ഇത് സർക്കസാണ്, ഇതൊക്കെ നടത്താനാണ്. ഔറത്ത് നോക്കാൻ ഞാൻ മതി എന്നുള്ളവർ പറയുന്നുണ്ട്. സർക്കസൊക്കെ കൊഴുപ്പ് കൂട്ടാൻ നടത്താനാണ്. കണ്ട ഒറ്റ ചണ്ടി നടു കുടുങ്ങിയതല്ല. മാലയിട്ട തങ്ങളുട്ടി കേട്ടില്ലേ? നീ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കൾ, ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ. ഇതിലേറെ അപ്പുറം കഴിഞ്ഞ പ്രസംഗത്തിന്റെ അവസരത്തിൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പരെന്താ അതിന് പറഞ്ഞത്? മൂപ്പര് പറയാണ്, ഏതെങ്കിലും തോന്നിയാസങ്ങൾ കൊണ്ടുവന്നിട്ട് അത് സുന്നികളുടെ തലയിൽ കെട്ടിവെക്കണ്ട, ഞങ്ങൾ ഇതിനൊക്കെ പണ്ടേ എതിർക്കുന്നതാണ്, ഞങ്ങൾ ഈ ഹറാമായ മുട്ടും പാട്ടുമൊക്കെ പണ്ടേ എതിർക്കുന്നതാണ് എന്നിങ്ങനെ പറയുന്നില്ലേ? ആ നേർച്ച നടത്തുന്നത്, കൊണ്ടോട്ടി നേർച്ച നടത്തുന്നത് ഞാനാണോ കാന്തപുരം ഉസ്താദാണോ എന്നൊക്കെ മൂപ്പര് ചോദിക്കാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇയാള് മറുപടി പറയണം. ഇയാള് ആണ്ട് നേർച്ചയെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മാസികയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബടാ മുസ്ലിയാക്കന്മാരുടെ ഫത്വ ഞാൻ വായിച്ചിട്ടുണ്ട്. തെന്നിന്ത്യയിലെ സർവ്വരൂപത്തിലുള്ള മദ്ഹബുകളെ സംബന്ധിച്ചും വിവരം തികഞ്ഞ തെന്നിന്ത്യൻ മുഫ്തി എന്നറിയപ്പെടുന്ന അഹമ്മദ് കോയ ശാലിയാത്തി കൊടുത്ത ഫത്വ ഞാൻ കേൾപ്പിച്ചിട്ടില്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്ന് ഞാൻ വായിച്ചിട്ടില്ലേ? എത്രയെത്ര പണ്ഡിതന്മാരാണ് ഈ മുട്ടുംവിളിയൊന്നും ഹറാമല്ല എന്ന് പറഞ്ഞത്. നിങ്ങളിപ്പോ അത് ഹറാമാക്കാൻ ആരാ? അവരെ കാണൊക്കെ വലിയ ആളാണോ? എന്നിട്ട് മൂപ്പര് ഞാനിതൊക്കെ കാണിച്ചപ്പോ മൂപ്പര് പറയാണെന്ത്, ഞാനിതൊക്കെ എതിർക്കുന്നയാളാണ്, ഞാനിതിനൊക്കെ അനുകൂലിക്കുന്നയാളല്ല. ആ രംഗം ഒന്ന് പെട്ടെന്ന് കണ്ടോളൂ. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ് ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാഹ് മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിന്, മഖബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിന്ന് വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മക്ബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ രണ്ടാളും മാത്രാ സുന്നി? ഇവരാപ്പെടുത്ത സുന്നി. നിങ്ങളുടെ തലതൊട്ടപ്പം മുസ്ലിയാക്കൾ എഴുതി വെച്ചതായി കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എതിർത്താൽ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയെന്ന് കേട്ടോ. നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാ തീരുമാനിച്ചത് കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1951 പ്രശസ്ത പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ എടുത്ത മേൽ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് വല്ല പടുമൂടൻ കുട്ടികളും ഒരഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ആ തീരുമാനത്തെ അവഗണിച്ചോ അതിക്രമിച്ചോ അഭിപ്രായം പറയുന്നവൻ യഥാർത്ഥ സുന്നിയല്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശത്രുവും വഹാബി ചാരനുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു.
ആരാണി പറഞ്ഞതെന്നോ? നിങ്ങളുടെ മുത്തപ്പന്മാരായ മുസ്ലിയാക്കന്മാര് പറയുന്നു, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് ആ തീരുമാനമെന്നോ? ചെണ്ടമുട്ട് ഹറാമല്ല, കുഴൽവിളി ഹറാമല്ല, അതേപോലെ തന്നെയുള്ള കുറെ സംഗതികൾ പറഞ്ഞിട്ട് അതൊന്നും ഹറാമല്ല എന്ന്, അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തീരുമാനത്തെ എതിർക്കാൻ വന്നവൻ വല്ല പടുമൂടൻ കുട്ടികളും ഉണ്ടെങ്കിൽ അവര് വഹാബിച്ചാരനാണ് കേട്ടോ, അവര് സമസ്തയുടെ ശത്രുവാണ് കേട്ടോ. നിങ്ങൾക്ക് സമസ്തയുടെ സ്ഥാനം, സമസ്തയിലെ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണെന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കന്മാരാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അടുത്ത പ്രസംഗത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറയണം. ആരൊക്കെയാണ് ഈ കുട്ടും വിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞത്? കേട്ടോളൂ. സമസ്തയുടെ മുൻകാല പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകൾ, പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായ റംലി തങ്ങൾ, ആമയൂർ ഉസ്താദ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഇബ്രാഹിം മഖ്ദൂം തങ്ങൾ, ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, തെന്നിന്ത്യ മുഫ്തി എന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച മർഹൂം അബു സാദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് ഗോയശാരിയാത്തി തുടങ്ങിയ പണ്ഡിത സാദാത്തുക്കളും, റാഫിഈ ഇമാം, നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ബുജൈരിമി, റംലി തങ്ങള്, ഇമാം ഗസാലി, ഇമാം റാബി, ഇമാം ബുൽഖൈനി, ജാജുർമി, ഇബ്നു ഫൽഖഹ്, ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ്. കതിലുള്ള തെറ്റുകളെന്ന് ഞാൻ വായിക്കാൻ കേട്ടോ. ബദർ ഇബ്നു ജമാ, അല്ലാമ ഖൽയൂബി, അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീഫ, ശൈഖ് മുഹമ്മദ് മുഹ്താരിൽ ജാവി തുടങ്ങിയ ഇമാമീങ്ങളും മുട്ടും വിളിയെ സംബന്ധിച്ചും മുട്ടും വിളി നേർച്ചയെ സംബന്ധിച്ചും എന്ത് പറയുന്നു എന്ന് കാണുക, അത് മാത്രം നാം അംഗീകരിക്കുക. ഇതിനെതിരിൽ ന്യായീകരിച്ച് ഏതെങ്കിലും സുന്നി കോലങ്ങൾ എന്ത് തെളിവ് നിരത്തിയാലും നമുക്കൊരിക്കലും അതെടുക്കേണ്ടതില്ല. ഇക്കൂട്ടർ നിരത്തുന്ന എല്ലാ തെളിവുകളും ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാരും ഇമാമീങ്ങളുമായ മശായിഖന്മാര് മുഖേന കിട്ടിയതാണല്ലോ. അതല്ലാതെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് പഠിച്ചു വന്നവരല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ആരൊക്കെ ഇപ്പൊ അംഗീകരിച്ച്? ഇനിയും തീർന്നോ സുഹൃത്തുക്കളെ? മമ്പുറത്തെ തങ്ങൾ എന്താ പറഞ്ഞത്? മമ്പുറം തങ്ങളുടെ കൊടി കിട്ടണമെങ്കിൽ പോലും എന്താ നിയമം? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ വായിക്കുന്നത് സിറാജിൽ നിന്നല്ലേ. എന്താ അതിൽ പറയുന്നത്? മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അതിപ്പോഴത്തെ തീരുമാനമായിരിക്കും. തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്ത് തന്നെയാണ് പരിപാടി. അപ്പോ ആരൊക്കെയാണ് അംഗീകരിച്ച്? മമ്പുറത്തെ തങ്ങൾക്ക് മുട്ടും വിളി അനുവദനീയമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉപ്പയായ ഇബ്രാഹിം മഖ്ദൂമിന്റെ പാട്ട് ഞാൻ അന്ന് കൽപ്പിച്ചില്ലേ? തടുവൊങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ